ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്ക് തയ്ക്കുകയാണ്, ക്യാൻവാസ് വെച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട്. അടുത്ത് നല്ല തുണിയുടെ നല്ല വശം ഫ്രണ്ടിൽ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു സെൻറ്ററിലായിട്ട് ഒരു പോയിൻ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ക്യാൻവാസിൽ നെക്ക് അറ്റാച്ച് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒന്ന് ചേർത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് എഡ്ജ് നടുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നാൽ ഈ സൈഡിൽ നമ്മൾ ഒന്ന് നീഡിലൊന്ന് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് ഇറക്കണം. അല്ല എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കറങ്ങി വരുമ്പോൾ ഇതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് എതിരെ മൂവ്മെൻറ്റ്സ് വരും. തുണി പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ക്യാൻവാസിൻ്റെ പുറത്ത് സ്റ്റിച്ച് കയറാൻ പാടില്ല. ക്യാൻവാസിന് തൊട്ടടുത്തുകൂടെ കുത്തി ഇറക്കിയതിന് ശേഷം മാത്രം ഇത് റൗണ്ട് ചെയ്യുക, തിരിക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഇവിടെ കെട്ട് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാനിവിടെ ത്രെഡ് ഞാൻ മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിനെ നമുക്ക് ഇതിനകത്ത് ഇവിടെ കൊടുക്കാം. നമ്മൾ പുറത്തുകൂടെ കൊടുത്താൽ അവിടെ അറിയും, അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി. കറക്റ്റ് ആ കോർണറിൽ തന്നെ വരണേ, ഇവിടെ തന്നെ വരണം. ചെറിയ ഒരിതായതുകൊണ്ട് കറക്റ്റായിട്ട് അവിടെ തന്നെ വരണം. എന്ത് ചെയ്യാം, അവിടെ വന്ന് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കണം, ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ക്യാൻവാസിനടുത്ത് കൊണ്ട് സ്റ്റിച്ച് അടുത്ത ത്രെഡ് ഇപ്പുറത്ത് ഇവിടെയും നമുക്ക് കെട്ട് ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കെട്ട് അവിടെ വെച്ച് കൊടുക്കും. കെട്ട് കറക്റ്റായിട്ട് അവിടെ ആ കോർണറിൽ വരാൻ വേണ്ടി ത്രെഡ് ഒന്നാമത് ചെറിയ വീതിക്കാണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് അവിടെ തന്നെ വരണം. കെട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു സ്റ്റിച്ച് ഒന്ന് ബാക്കിലോട്ടാക്കി ഒരു ഇതും കൂടെ ചെയ്യുന്നത്. ഇത് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ലൈനിങ് ഉള്ള തുണിയായാലും നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ ഇത് തുണി കട്ടി കുറവാണ്. അപ്പം ക്യാൻവാസ് ഇതിൻ്റെ അടിയിൽ ലൈനിങ്ങിൽ തന്നെ വെക്കുമ്പോൾ നമുക്ക് പുറത്തൂടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാൻവാസിനെ കട്ട് ചെയ്തെടുക്കേ. സൈഡ് 1/4 ഇഞ്ച് വീതിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. കൈ മാറ്റി സാധാരണ നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് അങ്ങോട്ടൊക്കെ തിരിച്ചേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്കറിയാം കോർണറുകളൊക്കെ വരുന്നവിടെയൊക്കെ എന്താണ് ചെറുതായിട്ട് ഒരു കട്ട് കൊടുക്കണം. അപ്പോൾ കത്തിരിയിട്ട് കട്ട് ചെയ്യുന്ന ഒരു കട്ടറിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെയൊക്കെ നമ്മൾ ചരിച്ചാണ് ചെറുതായിട്ടും ജസ്റ്റ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ തുണി മറിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് അകത്തോട്ട് തന്നെ ഈ ക്യാൻവാസ് ഇരിക്കുന്ന സൈഡിലോട്ട് തന്നെ ഒറ്റ ഫോൾഡിൽ ജസ്റ്റ് ഒന്ന് മടക്കി ഇവിടെ വരെ വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് മടക്കി വീണ്ടും ഒന്ന് അങ്ങോട്ട് കൊടുത്തതിന് ശേഷം
അതൊരു സ്ക്വയറായിട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കി അകത്ത് തിരിഞ്ഞു പോകുന്ന സൈഡാണ്. നമ്മൾ നെക്കിനെ മറിച്ചെടുക്കണേ. പതുക്കെ മറിച്ചെടുക്കുക. നമുക്ക് കിട്ടിയല്ലോ. ഇത് നമ്മൾ ഇങ്ങനെ ഇത് നെക്ക് കൊടുത്തത് കൊണ്ട് ഈ ത്രെഡ് കൊടുക്കുന്നത്, ഈ ത്രെഡ് ഇങ്ങനെ അറിയില്ല. അപ്പം നമ്മളിത് പുറത്തൂടെയാണ് കൊടുക്കാൻ നിന്നാൽ ഇവിടെ ഒരു തയ്യലും പുറത്ത് വരുന്നത് കൊണ്ടാണ് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കേണ്ടി വരിക. അപ്പോൾ ഇതാകുമ്പോൾ നീറ്റായിരിക്കും. കണ്ടല്ലോ, കാണാമല്ലോ. ഇതുപോലെ തന്നെ അകത്ത് വെച്ച് തന്നെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഇവിടെ വെച്ച് ഒരു പ്രസ് അടി കൊടുക്കാം. നമുക്കറിയാം, നമ്മളിങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസ് അടി കൊടുക്കണം അല്ലേ, കറക്റ്റായിട്ട്. പിന്നെ ക്യാൻവാസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ വലിച്ച് വെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടും. നെക്ക് നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ സ്ലോയിൽ മാത്രം ചെയ്താൽ മതി. ബാക്കി താഴോട്ടേക്ക് അടിക്കുമ്പോൾ നമുക്ക് സ്പീഡിൽ ചെയ്യാം. നെക്ക് ശരിക്കും സ്ലോയിൽ ചെയ്താൽ മതി. കാരണം എന്തെങ്കിലും ചുരിദാറിന് നെക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. സ്ലോയിൽ ചെയ്താൽ മതി, സ്പീഡ് വേണ്ട. ഏത് നെക്കിൽ ഏത് മോഡലിലെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും പാറ്റേണിൻ്റെ സ്റ്റിച്ചിങ് ഇടണമെങ്കിൽ, കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഇടണമെങ്കിൽ മെസ്സേജ് ഇട്ട് തന്നാൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. എങ്കിൽ അതേ പാറ്റേൺ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പുതിയ പുതിയ മോഡലുകളുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഈ വീഡിയോയിൽ ഇടുന്നതാണ്. കണ്ടല്ലോ നെക്ക്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ബാക്കിൽ ഈ തുണി നമുക്ക് ഇങ്ങനെ കിടക്കാൻ പാടില്ല, നമുക്ക് ഫ്രണ്ടിൽ വരാനും പാടില്ല. എന്ത് ചെയ്യുക, ഈ ഫ്രണ്ടിലെ നല്ല പീസ് ഒന്ന് നീക്കിയതിന് ശേഷം ഈ ലൈനിങ്ങിൽ ഇതൊന്ന് ചേർത്തടിച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് അടിച്ചിട്ട് വരാം.